ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിലെ ലഹരിയിലാണ്. നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയെ തന്നെ കിട്ടിയിട്ടുണ്ട്. ശ്രീ പെരുമനം ഒരു കാലഘട്ടത്തിലെ എന്താ പറയുന്നത്, പെരുക്കം കൊണ്ട് ഇങ്ങനെ നമ്മളെ വിസ്മയിപ്പിച്ച മനുഷ്യനാണ്. അപ്പോൾ ഇത്തവണ ഈ പൂരത്തിന് നിൽക്കുമ്പോൾ ഏറ്റവും മനസ്സിൽ തട്ടിയ ഓർമ്മ ഏതാ? പൂരം എന്ന് പറഞ്ഞാൽ പൂരം മാത്രമേ ഉള്ളൂ. അത് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം ഇന്നിപ്പോ ഇലക്ഷനും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും കോയമ്പത്തൂരായാലും അമേരിക്കയിലായാലും ലണ്ടനിലായാലും തൃശ്ശൂർ പൂരം മാത്രമാണ് ഇന്ന് ജനങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന പൂരം തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിൽ നീണ്ട കാലം പ്രവർത്തിച്ച ഓർമ്മ എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലത്തെ ഓർമ്മയും ഓരോ അനുഭവങ്ങളാണ്. എത്ര പതിറ്റാണ്ടുണ്ടായിട്ടുണ്ടാവും? 2 പതിറ്റാണ്ടിലേറെ. 46 മേളത്തിൽ കൊട്ടി 46 4.5 പതിറ്റാണ്ട്. അതില് 2 വ്യാഴവട്ടം 24 വർഷം അതിന്റെ പ്രമാണിയായിട്ട്. 24 വർഷം, അതാണ് 2.5 പതിറ്റാണ്ടോളം ഇലഞ്ഞിത്ര മേളത്തിന്റെ പ്രമാണിയായിരുന്ന പെരുമനം നോക്കൂ, നമുക്കൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പക്ഷെ പൂരത്തിന്റെ കാഴ്ചയ്ക്കോ ആ ശ്രാവ്യ ഭംഗിക്കോ ഒരു മാറ്റവുമില്ല. അതാണ് പൂരം. അതായത് തൃശ്ശൂർ റൗണ്ടിന് ഒരു മാറ്റം വരുന്നില്ല, വടക്കുന്നാഥ ക്ഷേത്രത്തിന് മാറ്റം വരുന്നില്ല, ഘടകപൂരങ്ങൾക്കോ പ്രധാന പൂരങ്ങൾക്കോ മാറ്റം വരുന്നില്ല. തൃശ്ശൂർ പൂരം ചിട്ടയായി നടക്കുന്നു എന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത. മാറ്റങ്ങളില്ലാതെ നടക്കുന്ന മഹനീയമായ ദൃശ്യശ്രവ്യ വിരുന്നാണ്, വിസ്മയമാണ് എന്നൊക്കെ ആൾക്കാർ പറയണം. കുറേ മനുഷ്യരെ ഈ പറഞ്ഞ 4.5 പതിറ്റാണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ പൂരത്തിന് വരുന്ന മനുഷ്യര്. അവരുടെ ഒരു ആഹ്ലാദം, അവരുടെ ഒരു ആവേശം, ആ ആവേശം ഇങ്ങനെ കൊട്ടി ഇങ്ങനെ പെരുക്കി വരുന്ന സമയത്തുള്ള അവരുടെ ഒരു ആവേശം ഉണ്ടല്ലോ, അതിനും ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും. അത് കൂടി വരിക. ആസ്വാദക ലക്ഷങ്ങൾ ഇപ്പം മാധ്യമങ്ങള് കൂടുതൽ പ്രചാരം കൊടുത്ത് ലോകത്തിലെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങിയപ്പോൾ തൃശ്ശൂർ നഗരം പോരാണ്ട് വരെയാണ് ഈ പൂരം നടത്താൻ. അപ്പോൾ ഈ ആസ്വാദക ലക്ഷങ്ങൾ ഓരോ കൊല്ലം കൂടുകയാണ്. പണ്ട് തൃശ്ശൂർ പൂരം ദിവസം മാത്രമാണ് തൃശ്ശൂർ ഇപ്പോൾ നെയ്തലക്കാവ് ഭഗവതി നട തുറക്കുന്നതോടെ തൃശ്ശൂർ പൂരമായി 36 മണിക്കൂർ ലഹരിയിലാണ്. 48 മോക്ക അതിനേക്കാളധികം. പൂരം 30 മണിക്കൂറേ ഉള്ളൂ. എങ്കിലും 2 ദിവസം മുമ്പ് ചമയ പ്രദർശനം. അത് കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് ഇപ്പൊ കണിമംഗലം ശാസ്താവിന്റെ പൂരം ആരംഭിച്ചു. കാരമുക്ക് ഭഗവതി മണികണ്ഠനാലില് ഇപ്പൊ പൂരം ആരംഭിക്കും. അപ്പുറത്ത് പനമുക്കം പള്ളി ശാസ്താവും അതുപോലെ ചെമ്പുക്ക ഭഗവതി കിഴക്ക് ഭാഗത്തുനിന്ന് കയറും. പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ചൂരക്കോട്, അയ്യന്തോള്, ലാലൂര് പൂരങ്ങൾ വരിക. ഇതെല്ലാം ഒരു 12 മണിയോട് കൂടി തീരുമ്പോഴേക്കും മഠത്തിൽ ഒരു പഞ്ചവാദ്യം ആരംഭിക്കുന്നു. ഉടനെ പാർമേക്കാവില് കിഴക്കേ ഭാഗത്ത് എലിഞ്ഞിത്ര മേളം ആരംഭിക്കും. ഈ ചെമ്പടയും പാണ്ടിമേളവും ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പ്രേക്ഷകർക്കറിയില്ല. എനിക്കൊന്നും ഇതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് വിശദീകരിക്കാൻ പറ്റിയത് ശ്രീ പെരുമനം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെമ്പട മേളം ത്തോടെയാണ് എല്ലാ പൂരങ്ങളുടെയും ആരംഭം. ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതിയെ കുട്ടി എഴുന്നള്ളിക്കുന്നത് ചെമ്പട താളത്തിലുള്ള ചെമ്പടമേളം. ആ ചെമ്പടമേളത്തിന്റെ 2 കാലങ്ങൾ, 16 അക്ഷരകാലത്തിലുള്ള ആദ്യകാലവും 8 അക്ഷരകാലത്തിലുള്ള 2ാം കാലവും 2 കാലങ്ങളായിട്ടാണ് പാർമേക്കാവിലും കൊട്ടുന്നത്. ഇപ്പൊ കാരമുക്ക് ഭഗവതി കൊട്ടി വരുന്നത് കൊളശ്ശേരിയിൽ നിന്ന് ചെമ്പടയാണ്. നേരത്തെ കണിമംഗല ശാസ്താവ് കൊട്ടിക്കേറിയത് ചെമ്പടയാണ്. തിരുവമ്പാടി ഭഗവതി മഠത്തിലേക്ക് വരുമ്പോൾ ചെമ്പട കൊട്ടി ഇറങ്ങിയിട്ടാണ് നടപ്പാണ്ടി കൊട്ടുന്നത്. ഇത് കഴിഞ്ഞാൽ ചെമ്പട കഴിഞ്ഞാൽ പാണ്ടി മേളം ആരംഭിക്കും. വ്യത്യാസം എന്താ? പാണ്ടിമേളത്തിന്റെ താളഘടനയില് അതിന്റെ അവതരണ ക്രമത്തിലൊക്കെ മറ്റു മേളങ്ങളായിട്ട് വ്യത്യാസമുണ്ട്. അതിന്റെ തുടക്കം തന്നെ അതിഗംഭീരാണ്. ഒരു പ്രത്യേക ഇൻട്രഡക്ഷനാണ്. ഗൃതിം എന്ന് പറഞ്ഞ് ആ മേളം ആരംഭിക്കുന്നത് തന്നെ മറ്റതൊക്കെ ഡേ എന്ന് പറഞ്ഞിട്ട് മേളം തുടങ്ങുക. ഇതങ്ങനെയല്ല, എല്ലാവരും കൂടി ഗൃതിം. തൃശ്ശൂരത്തിന്റെ പ്രത്യേകത തന്നെ പാണ്ടിമേളത്തിന്റെ ഏറ്റവും വലിയ അവതരണം നടക്കുന്ന സ്ഥലമാണ്. ആ ക്ഷേത്രത്തിനുള്ളിൽ, മതിൽക്കെട്ടിനുള്ളിൽ പാണ്ടിമേളം നടക്കുന്ന ഏക സ്ഥലവുമാണ്. ഏക സ്ഥലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അപൂർവ സ്ഥലങ്ങളുണ്ട്. അതിലെ ഏറ്റവും വലിയ പാണ്ടിമേളം, ഏറ്റവും സമയമെടുക്കുന്ന പാണ്ടിമേളം, ഏറ്റവും കൂടുതൽ കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം അത് എലിഞ്ഞിത്ര മേളാണ്. അത് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ക്ഷേത്രം മുടക്കുന്ന ആ ക്ഷേത്രമാണ്, അങ്ങനെ പറയാം. അല്ലാതെ ക്ഷേത്രങ്ങളിൽ പാണ്ടി കൂട്ടുന്ന സ്ഥലങ്ങളുണ്ട് അപൂർവമായിട്ടൊക്കെ മറ്റു സ്ഥലത്ത്. എങ്കിലും സാധാരണയായിട്ട് പാണ്ടി പതിവില്ല എന്ന് പറയും. പാടില്ല എന്നൊന്നും പറയില്ല. പാടില്ല എന്നില്ല, പതിവില്ല, അത്രേ ഉള്ളൂ. ഈ കലാകാരന്മാർ അവരുടെ നേർച്ച പോലെയാണല്ലോ ഈ പൂരത്തിന് കൊട്ടാനും ഈ കുഴൽ വിളിക്കാനും ഒക്കെ വരുന്നത്, അല്ലേ? എനിക്ക് ഇത്രയും അധികം കലാകാരന്മാർ വരുന്ന മറ്റൊരു മേളം ലോകത്തെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല. അതുകൊണ്ടാണ് ഇത് തൃശ്ശൂർ പൂരത്തിന്റെ എലിഞ്ഞിത്തറ മേളം
ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സിംഫണി. അത് നമ്മൾ മലയാളികളാവുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് മേടിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ നമുക്ക് ഒന്നുമില്ലെങ്കിൽ തന്നെ ഈ പൂരം മാറ്റമില്ലാതെ എല്ലാ കൊല്ലം നടക്കുന്നുണ്ട്. എല്ലാവരുടെ ഹൃദയത്തിലും ഇതാണ് വലുതെന്നുണ്ട്. ഒറ്റ കാര്യം കൂടി, ഈ പ്രമാണിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഏത് നിലയിലാണ് ഈ പൂരത്തെ കാണുന്നത്? ഞാൻ പൂരത്തെ അന്ന് എങ്ങനെയായി കണ്ടിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നത്. ആ പൂർണ്ണ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആരാധനയോടെയാണ് പൂരത്തിനെ കാണുന്നത്. പൂരം നമ്മൾ മനുഷ്യ മനസ്സുകൾ ഒന്നാണ്. കലാകാരന്മാരും ആസ്വാദകരും സംഘാടകരും അതുപോലെ തന്നെ മറ്റു പ്രവർത്തകരെല്ലാം ഒന്നാവുന്ന ദിവസം തൃശ്ശൂർ പൂരാണ്. അപ്പൊ എന്റെ മനസ്സും അതിലൊന്നാണ്. ഈ 2010 കോവിഡ് കാലം ഉണ്ടല്ലോ, ഈ മനുഷ്യൻ കളക്ടറേറ്റിലും അവിടെ ഇവിടെയും കയറി ഇറങ്ങിയിട്ട് ഒറ്റച്ചണ്ടയായിട്ടെങ്കിലും വരാൻ പറ്റുമോ എന്ന് ചോദിച്ചൊരു സമയം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അന്ന് നമ്മള് പാർമേക്കാവിലെ ഒറ്റച്ചെണ്ടയായിട്ട് പൂരത്തിന് ഞാൻ വന്നു. പൂരത്തുന്ന കാലത്ത് ഭഗവതിയെ ഒരു ഇടനില ചെണ്ടി, ഒരു വലന്തല ചെണ്ടി, ഒരു ഇലത്താളും ഒരു കൊമ്പ് കോഴിലുമായി കൊട്ടി എഴുന്നള്ളിച്ച് ആ കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിയിട്ടാണ് ഞാൻ ആ കൊല്ലം പൂരത്തിന് പോയത്. ആ കൊല്ലം പൂരത്തിന് എൻ്റെ വ്രതം, അനുഷ്ഠാനം ഞാൻ നിർവിഘ്നം തുടർന്നും മുടക്കിയിട്ടില്ല. അപ്പോൾ അപാര മനുഷ്യരാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ പൂരനഗരിയിൽ വന്ന് വടക്കനാഥനെ കണ്ടു പോകുമ്പോൾ അന്വേഷിക്കുന്ന പേര് പെരുമനത്തിൻ്റെയാണ്. താങ്ക് യു സി പെരുമനം, നമ്മുടെ ഈ പ്രഭാതത്തെ ധന്യമാക്കിയതിന്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അപ്പം